ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 കറന്റ് അഫയേഴ്സ് ആണ്. ഡെയിലി നമുക്ക് ഇതുപോലെ 10 കറന്റ് അഫയേഴ്സ് പഠിക്കാം. അപ്പൊ ഇന്നത്തേത് ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 കറന്റ് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യ ആന സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി മധുരയാണ്. മധുരയിലാണ് ആന സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മധുരയിലാണ് ആന സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, 2 മധുര ഉണ്ട്. അതിലെ മധുര ആണ് ഇന്ത്യയിലെ ആദ്യ ആന സ്മാരകം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്വകാര്യ മേഖലയിലെ തദ്ദേശീയർക്ക് 75% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹരിയാനയാണ്. ഹരിയാന സംസ്ഥാനമാണ് സ്വകാര്യ മേഖലയിലെ തദ്ദേശീയർക്ക് 75% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2020 നായ്ക്കളുടെ ഇറച്ചി വിൽപ്പന, ഇറക്കുമതി എന്നിവ നിരോധിച്ച സംസ്ഥാനം ഏതാണ്? വളരെ നിസ്സാരമായ ഒരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി നാഗാലാൻഡ് ആണ്. നാഗാലാൻഡിൽ മാത്രമേ നായ്ക്കളെ കഴിക്കൂ എന്ന് തന്നെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആൻസർ നാഗാലാൻഡ് ആണ്. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, നെയ്ത്ത് തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി വിയേഴ്സ് സമ്മാൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നെയ്ത്ത് തൊഴിലാളികൾക്കാണ്. ആൻസർ ഓപ്ഷൻ സി കർണാടകയാണ്. കർണാടകയിലാണ് ഇത് ആരംഭിച്ചത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ലോൺ ഇൻ സെക്കൻഡ്സ് സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്ക് ആണ് ലോൺ ഇൻ സെക്കൻഡ് എന്ന സംവിധാനം ആരംഭിച്ച ബാങ്ക്. ഇനി ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഭൂരഹിതരായ കർഷകർക്ക് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയായ ബലരാം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒഡീഷയാണ്. ഒഡീഷയിലാണ് ബലരാം എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചത്. ബലരാം എന്നുള്ള പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇന്ത്യയിൽ ആദ്യമായി ഭൂരഹിതരായ കർഷകർക്ക് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയായ ബലരാം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സോഷ്യൽ മീഡിയ ആപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി എലിമെന്റ്സ്. എലിമെന്റ്സ് ആണ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം, ദേഹിംഗ് പട്കായ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആസാമിലാണ്. ആസാമിലാണ് ദേഹിംഗ് പട്കായ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒൻപതാമത്തെ ചോദ്യം, ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനും അഭിമുഖങ്ങളെ ലളിതമായി നേരിടാനും ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണക്ട് ടു വർക്ക്. കണക്ട് ടു വർക്ക് ആണ് ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ തന്നെ അഭിമുഖങ്ങളെ ലളിതമായി നേരിടാനും ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? ഇത് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ വയനാടാണ്. വയനാടാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇന്നെടുത്ത 10 ക്വസ്റ്റ്യൻസ്, അതായത് 10ഉം കറന്റ് അഫയേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ആണ്. തീർച്ചയായും ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.